تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا ചില പ്രാർത്ഥനകളൊക്കെ നിർബന്ധമായി നമുക്ക് ഉത്തരം കിട്ടേണ്ടതാണ്. അപ്പൊ അത്തരം പ്രാർത്ഥനകൾ എത്രമാത്രം മനസ്സിൽ തട്ടി ആത്മാർത്ഥമായി നമുക്ക് പറയാൻ കഴിയുന്നുവോ അതിനനുസരിച്ചിട്ടാണ് അതിനുള്ള ഇജാബത്ത് ഉണ്ടാകുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിത് പഠിച്ചു വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ഒരു 3-4 ക്ലാസ്സുകളിലായിട്ട് ഇതിലെ ഓരോ വാക്കുകളും അപ്പൊ റബ്ബന എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ആരാണ് എൻ്റെ റബ്ബ്. അത് ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി. ഹബലന എന്ന് പറയുമ്പോൾ വഹബ എന്ന വാക്ക് ഖുർആനിൽ ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചത്. അപ്പം മക്കളെ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ആത്തിന എന്ന് പറയാതെ ഹബിലന എന്ന് പറഞ്ഞത്? റബ്ബന ആത്തിന എന്ന് പറയാതെ റബ്ബന ഹബിലന എന്ന് പറയാൻ കാരണം എന്താണ് എന്ന് നമ്മൾ വിശദീകരിച്ചു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് സൗജ് അസുവാജ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന കണ്ണിന്റെ തണുപ്പ്, കണ്ണിന്റെ കുളിർമ, കുറത്ത് അറിയും. ആ കൺകുളിർമ എന്താണ് എന്ന് അറിയണമെങ്കിൽ ഈ പ്രാർത്ഥനയുടെ അർത്ഥവും വ്യാപ്തിയും നിർബന്ധമായും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് സൗജ് അസുവാജ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പരിശുദ്ധ ഖുർആനിൽ 76 സ്ഥലത്ത് ആവർത്തിച്ചിട്ടുണ്ട്. സൗജ് അസുവാജ് സൗജൈനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൗജാനി നമ്മളെ വാക്കുകളൊക്കെ പറഞ്ഞു. മൊത്തം 76 സ്ഥലത്ത് അത് പറഞ്ഞു. അതിനുശേഷം മനുഷ്യരിൽ മാത്രമല്ല ജന്തുലോകം, ജീവലോകം തുടങ്ങി ഇവയിലെല്ലാം അസുവാചികളുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം നമ്മൾ പറഞ്ഞത് പഴവർഗ്ഗങ്ങളിൽ വരെ ഇണകളുണ്ട് എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ മനുഷ്യരുമായി ബന്ധപ്പെട്ട് ഇണകൾ എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിന്റെ ഒരു പൂർണ്ണതയുടെ ഭാഗമാണ്. ഇണകളായി സൃഷ്ടിച്ചു എന്നതാണ് ഒരു സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം പൂർണ്ണമാകുന്നത് അതിലാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ ഒരു ആത്മാവിൽ നിന്ന് നിങ്ങൾ ഇണകളായി സൃഷ്ടിച്ചു,
അങ്ങനെ നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ സൂക്ഷിക്കുക, അവനെ ഇബാദത്ത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒട്ടനവധി ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ഇനി പ്രധാനമായും 5 കാര്യങ്ങളാണ് നമുക്ക് ഈ സൗജ് അസുവാജ് എന്നതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത്. എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ചോദിച്ചാൽ, ഈ നമ്മുടെ അസുവാജികളിൽ നിന്ന് കൺകുളിർമ കുറത്ത് അറിയും നൽകണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അത് എന്താണെന്ന് അറിയണമെങ്കിൽ അല്ലാഹു തആല 5 കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഖുർആനിൽ സൗജ് അസ്വാജ് എന്ന ആശയം പറഞ്ഞത്. ഇണകൾ എന്ന ആശയം അല്ലാഹു 5 കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ 5 കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ എന്താണ് നമ്മൾ ചോദിക്കുന്ന ഖുർആനത്തെ ഐൻ എന്താണ് മനസ്സിലാവുള്ളൂ. ശരി, അപ്പൊ അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ലാസ്റ്റ് പറഞ്ഞെന്ന് പറയും. ഏതെങ്കിലും നമ്മൾ അവസാനം പറഞ്ഞ ആയത്ത് അതെ. മനുഷ്യ വർഗത്തെ അള്ളാഹു ഇണകളാക്കി സൃഷ്ടിച്ചു. നിങ്ങൾ മറക്കാതെ എഴുതിയാൽ മതി. 4 1 എല്ലാവരും പറഞ്ഞ ആയത്താണ്. നിങ്ങൾ പ്രത്യേകം മറക്കേണ്ട കാര്യമില്ല. 4 സൂറത്ത് നിസായിലെ 1-ാമത്തെ ആയത്ത്. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹ. അത് ആ ആയത്തിൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അല്ലാഹുവിലേക്ക് ആവർത്തിച്ച് കേൾക്കുന്ന ആയത്ത് നമുക്ക് സുപരിചിതമായ ആയത്താണ്. അവിടെ അള്ളാഹു പറഞ്ഞത്, തുടക്കം അള്ളാഹു പറഞ്ഞത് യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും, ജനങ്ങളെ മൊത്തത്തിൽ വിളിച്ചാൽ പറഞ്ഞത്, ഒരു വിഭാഗത്തെ മാത്രമല്ല, റബ്ബിനെ സൂക്ഷിക്കാന്ന് പറഞ്ഞു. അതിനുശേഷം ഇങ്ങനെ ആണും പെണ്ണുമായി നിങ്ങൾ സൃഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം വത്തഖുല്ലാഹ്, അവസാനം ആയത്തിന്റെ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം കാരണം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവരാണ് നിന്റെ റബ്ബ്. അതുകൊണ്ട് നിങ്ങൾ എക്കാലഘട്ടത്തിലും പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് അല്ലാഹു പറഞ്ഞു. ഇനി 53 45 46 വായിക്കട്ടെ. നമ്മൾ എഴുതിയാൽ മതി. പിന്നീട് നമുക്ക് കുറെ നീണ്ടു പോകുന്നതുകൊണ്ടാണ്, സമയം നമുക്ക് കുറവാണ്. അപ്പൊ ആണ് പെണ്ണ് എന്നീ 2 ഇണകളെ അല്ലാഹുവാണ് സൃഷ്ടിച്ചത്. ഇനി നിങ്ങൾ ഈ 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഈ സൗജ് അസ്വാജ് അല്ലാഹു മനുഷ്യനെ ഇണകളാക്കി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ ആശയം നമ്മളെ ഓർമ്മപ്പെടുത്തിയത് 5 കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. ഇതൊക്കെ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രന്ഥം പറഞ്ഞു തരാതെ തന്നെ ആണുണ്ട് പെണ്ണുണ്ട് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആണും പെണ്ണും ആയതുകൊണ്ടാണ് ഇവിടെ ഭൂമിയിൽ മനുഷ്യവർഗം പെട്ടിപ്പെരുക്കുന്നത് എന്നൊക്കെ അറിയാം. പക്ഷെ ഈ അറിവിനെല്ലാം അപ്പുറം നമ്മളെ ചിന്തയെ ഉണർത്തേണ്ട 5 കാര്യങ്ങൾ. അതിൽ 1 എഴുതിക്കൊള്ളും. 1 അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുകയും അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുകയും അവരെ സൂക്ഷിക്കുകയും ചെയ്യുക. ഇതാണ് 1-ാമത്തെ കാര്യം. 5 കാര്യങ്ങളിൽ 1 ഇണകളെന്ന സംവിധാനത്തിൽ ആ സംവിധാനത്തെ സംവിധാനിക്കുക വഴി അല്ലാഹു നമുക്ക് നൽകുന്ന സന്ദേശങ്ങളിൽ 1-ാമത്തെ സന്ദേശം അതാണ്. അതിലേക്കാണ് ഞാൻ ഈ പറഞ്ഞ 2 ആയത്തും നേരങ്ങൾ എഴുതിയത്. 4 1 53 45 46 ഈ 2 ആയത്തുകൾ നിങ്ങൾ അതിലേക്കാണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അത് ഞാൻ ആവർത്തിക്കണില്ല. 1-ാമത്തെ കാര്യം എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടാവും. ഈ കൺകുളിർമ എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഒറ്റവാക്ക് പറയാം. ഭാര്യ കാണുമ്പോൾ അമ്മാനെ
ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി. കണ്ണിന്റെ കുളിർമയാണ് ചോദിക്കുന്നത്. കണ്ണിന്റെ കുളിർമയാണ് ചോദിക്കുന്നത്. അപ്പൊ കണ്ണിന്റെ കുളിർമ കിട്ടണമെങ്കിൽ ഭാര്യനെ കാണുമ്പോ ഭർത്താവിനെ കാണുമ്പോ ഭാര്യക്കും അള്ളാഹുവിന്റെ ഓർമ്മ വരണം. അതാണ് ആ പറഞ്ഞ പോയിന്റ്. ഉണ്ടോ എങ്കിൽ കൺകുളിർമ ഉണ്ടാവും. അതാണ് ഈ ചോദിക്കുന്നത്. ഒരു ആണിന് പെണ്ണിനും പെണ്ണിന് ആണിനും ഈ ദുനിയാവിൽ വെച്ച് നൽകാനുള്ള ഏറ്റവും വലിയ സമ്മാനം എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ആർക്ക് ഓർമ്മ ഉണ്ടാകും? നമ്മളെ ഭാര്യയ്ക്ക് നമുക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സമ്മാനം എന്താ? ഈമാൻ കിട്ടി മരിക്കല. മറുതത്തും മുഅ്മിനത്തും തുഈനുഹു അലാ ഈമാൻ. ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാൻ സഹായിക്കുന്ന ഒരു പെണ്ണ്. നമ്മളെ പെണ്ണ് അങ്ങനെ ആരെങ്കിലും എന്ത് വേണം? ആ പെണ്ണിനെ കാണുമ്പോൾ ആര് ഓർമ്മ വരണം? അള്ളാഹ് ഓർമ്മ വരണം. മനസ്സിലായില്ലേ പറഞ്ഞത്? ഒരു ആണിന് ഒരു പെണ്ണിൽ നിന്ന് കിട്ടേണ്ട കാര്യം പറഞ്ഞത്. ഒരു പെണ്ണിന് ആണിൽ നിന്ന് കിട്ടേണ്ടത് എന്താണ്? അതും ഈമാനാണ്. ഒരു പെണ്ണിന് ആണിൽ നിന്നും കിട്ടേണ്ടത് എന്താണ്? ഈമാൻ തന്നെയാണ്. അതെങ്ങനെ? എങ്ങനെ? കണ്ടുകൊണ്ടിരിക്കല്ലേ? നമ്മളെ കണ്ണടയുന്നത് വരെ ജീവിതത്തിൽ ഇതുണ്ടാകണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തിക്കൊണ്ടുള്ള റബ്ബിന്റെ കൽപ്പനകളെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ ജീവിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഈ കുർറത്ത് നമ്മൾ അള്ളാഹുവോട് ചോദിക്കുന്ന ഈ കുർറത്ത് അറിയണ്ടല്ലോ, അത് ഇല്ലാതെയാക്കുന്നത് എപ്പോഴാണ്? നമ്മളെ സമാധാനം ഇല്ലാതെ സമാധാനം ഇല്ലാതെയാക്കുന്ന പെണ്ണാണെങ്കിൽ എന്താ റസൂൽ പറഞ്ഞത്? ഇതാ നദർത്ത ഇലൈഹ സർറത്തുക. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം എപ്പോഴും ആണെന്ന് വെച്ചാൽ എന്റെ ഉത്തരം ഇതാ നദർത്ത ഇലൈഹ, നീ അവളിലേക്ക് നോക്കിയാൽ സർറത്തുക, നിന്നെ അവൾ സന്തോഷിപ്പിക്കണം. സന്തോഷിപ്പിക്കൽ എങ്ങനെ? പെണ്ണിന്റെ ഭാര്യന്റെ മുഖം കണ്ടാൽ നമ്മളെ എല്ലാ സങ്കടങ്ങളും ഒഴിച്ചു പോകണം, എല്ലാ വിഷമങ്ങളും ഇല്ലാതാകണം, എല്ലാ ദുഃഖങ്ങളും ഭാര്യനെ കണ്ടു എല്ലാ ദുഃഖങ്ങളും പോയി. ജീവിക്കണമെന്തിനാ നിൽക്കാറില്ല. ഭാര്യനെ കണ്ട് എല്ലാ ദുഃഖങ്ങളും പോയി. ഭാര്യനെ കണ്ടിട്ടുള്ള സമാധാനം പോയിന്നല്ല, എല്ലാ സമാധാനം പോയിന്നല്ല. ഇതാ നലർത്ത ഇലയില സർവത്തുക, നിന്നെ സന്തോഷിപ്പിക്കണം. അപ്പം നമ്മുടെ ടെൻഷൻ, ജോലി, കച്ചവടം, മാനസിക സമ്മർദ്ദങ്ങൾ, സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾക്കിടയിലാണ് എവിടെ കയറിച്ചത്? വീട്ടിലെന്തിനാ പോണത്? വീട് മസ്കനാണ്, സക്കീനത്തുള്ള സ്ഥലം. മസ്കനാണ് ഖുർആനിൽ വീടിന് പറഞ്ഞത്. സക്കീനത്തുള്ള സ്ഥലം. അവിടെ ഉള്ളതായ പെണ്ണാണ്, ഭാര്യയാണ്. മനസ്സിലായില്ലേ? അല്ലാഹു പറഞ്ഞത് ലിതസ്കുനു ഇലൈഹ, സക്കീനത്ത് കിട്ടാനാണ്, സമാധാനം കിട്ടാനാണ്. ആ സമാധാനം എവിടുന്നാ കിട്ടുക? ഈമാനിൽ നിന്നാണ് കിട്ടുക. വിഷയം മനസ്സിലാക്കണം. സമാധാനം നിങ്ങൾ ചെയ്തു കൊടുത്ത സൗകര്യത്തിലല്ല, ഓൾ കൊണ്ടുവന്ന് തരുന്ന തണുത്ത ഒരു ഗ്ലാസ് വെള്ളത്തിലല്ല, അവൾ ഒരുക്കി തന്ന ഭക്ഷണത്തിലല്ല, അവൾ ഉണ്ടാക്കി ഒരുക്കി തന്ന വസ്ത്രത്തിലല്ല സമാധാനം. മനസ്സിലായി? അവൾ നമുക്ക് തരുന്ന ഈമാനുണ്ട്, ആ ഈമാനിലാണ് സമാധാനം. അല്ലാതെ വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, വെള്ളം കൊണ്ടുവരാൻ ഇഷ്ടമായി പണിക്കാരുണ്ട്, ജോലിക്കാരുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, എന്നിട്ടും സമാധാനമില്ലാതെ ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പൊ സമാധാനം ഇതൊന്നുമല്ല. മനസ്സിലായില്ലേ? ഈമാനുണ്ടോ എങ്കിൽ സമാധാനം ഉണ്ടാകും. ഈമാനില്ലേ, നിങ്ങൾ എന്തുണ്ടാക്കിയിട്ടും കാര്യം സമാധാനം ഉണ്ടാവില്ല. സമാധാനം ഇല്ല
ഇല്ലാതെയാക്കുന്ന, ഒരു കുടുംബത്തിലെ സമാധാനം ഇല്ലാതാക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അത് നിങ്ങൾ എടുത്ത് പരിശോധിച്ചോളി. ആ കാര്യങ്ങളിലൊക്കെയും ഈമാനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അവിടെ ഉണ്ടാവും. അതാണ് അള്ളാഹെ ഓർമ്മ വേണമെന്ന് പറയാനുള്ള കാരണം, അള്ളാഹെ ഓർക്കണം എന്ന് പറയാനുള്ള കാരണം. കാരണം ഈ കാര്യത്തെ കുറിച്ച് അള്ളാഹ് ചോദിക്കും. ഒരു കരാറാണ് വാങ്ങിയത്, ഈ കരാറ് നാളെ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ്. റബ്ബ് നാളെ ചോദിക്കും, മറുപടി പറയേണ്ടി വരും. ഇപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രി കിടന്നുറങ്ങുമ്പോൾ എന്നും രാത്രിയിൽ പുലരുമെന്ന് ഉറപ്പില്ല. വസിയത്ത് കൊടുക്കുന്ന ഭാര്യ ഭർത്താക്കന്മാര്, നീ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംതൃപ്തിയെ കുറിച്ച് സംസാരിക്കുന്നവർ. എന്റെ വാക്കോടെ പെരുമാറ്റം കൊണ്ട് എന്തെങ്കിലും എനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ ക്ഷമിച്ചാളാ. എന്റെ എന്തെങ്കിലും പ്രയാസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇടങ്ങാറ ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം, ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയാൻ മാത്രം മാനസികമായ വിശാലതയുള്ള ദമ്പതിമാർക്കിടയിൽ കണ്ണിൽ നിന്ന് ചുടുകണ്ണീർ വരില്ല. ആ കണ്ണ് കുളിർമയുള്ളതായിരിക്കും, തണുപ്പുള്ളതായിരിക്കും. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ റസൂൽ വിശദീകരിച്ചു. ഓരോന്നും എവിടൊക്കെ വിഷയം വരുന്നോ അവിടെയൊക്കെ റസൂൽ കാര്യങ്ങൾ പറഞ്ഞ് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം, അള്ളാഹെ ഓർമ്മ വരിക എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. ശരി. 2, മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന തിരിച്ചറിവ്. മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന തിരിച്ചറിവ്. ഇണകൾ മരണാനന്തര ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് പരലോക ഓർമ്മ വരില്ല. അപ്പൊ ഇണകൾ എന്ന സംവിധാനം, ഭാര്യ ഭർത്താക്കന്മാര് പരലോകത്തെ കുറിച്ച് ഓർമ്മയുണ്ടാകാൻ ഉള്ള ഒരു ഘടകമാണ്. ആയത്ത് സൂറത്തുൽ ഖിയാമയിലെ 75, 39, 40. 75, 39, 40 വായിച്ചോളൂ. അത് വായിക്കും, എല്ലാവരും കണ്ട് വായിക്കണം. ആണ് പെണ്ണ് എന്നീ 2 ഇണകളെ അതിൽ നിന്നും അവൻ ഉണ്ടാക്കി. അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിൽ, മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലയോ അവൻ. മനസ്സിലായോ? അപ്പൊ ആണ് പെണ്ണ് എന്നീ 2 ഇണകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലയോ അല്ലാഹു എന്ന ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അലൈസ എന്നാണ്. അതായത് ഉത്തരം അല, സാധിക്കുന്നവൻ തന്നെയാണ്. ഇതൊരു സ്ഥലത്തല്ല, ഞാൻ ഏറ്റവും ചുരുക്കിയതാണ്. ഒട്ടനവധി ആയത്തുകളിൽ അല്ലാഹു തആല ഇണകൾ, അതായത് ജന്തുലോകം, കാൽലോകം, സസ്യലോകം, ഈ വസ്തുക്കളിലെയൊക്കെ ഇണകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്ന ഒരു കാര്യം, ഇതല്ല യഥാർത്ഥ ജീവിതം. എന്താണ്? ഇതല്ല യഥാർത്ഥ ജീവിതം. ഒരു ജീവിതം വരാനിരിക്കുന്നു, ഒറിജിനൽ ജീവിതം. ഇത് ഓർമ്മപ്പെടുത്താനാണ് അല്ലാഹു തആല ഇണകളെ സംവിധാനിച്ചത്.
ഈ ജീവിതത്തിൽ പൂർണ്ണമായി നമുക്ക് ഒരു ജീവിതം എന്ന് ജീവിച്ചു തീർത്തു എന്ന് ഈ ജീവിതം കൊണ്ട് പറയാൻ കഴിയില്ല. ഫലാ തമീലു കുല്ലൽ ഖുർആൻ പറഞ്ഞു, ഒരിക്കലും ഒരു പെണ്ണിൽ നിന്ന് പൂർണ്ണത കിട്ടി എന്ന് ഒരു ആണിന് പറയാൻ കഴിയില്ല. ഒരാണിന് ഒരു പെണ്ണിൽ നിന്ന് പൂർണ്ണത കിട്ടി എന്ന് പറയാൻ കഴിയില്ല. പൂർണ്ണത മാപ്പാക്കലും വിട്ടുവീഴ്ച ചെയ്യലുമാണ് പൂർണ്ണത. ഒരാൾക്ക് പറ്റില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യ ജീവിതത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സന്ദർഭങ്ങളിലും പ്രയാസപ്പെട്ടിട്ടുണ്ട്. നബിയായിട്ട് പോലും നബിയുടെ ഭാര്യമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ലാന്ന് പരാതി പറഞ്ഞ സംഭവം ഖുർആനിലുണ്ട്. ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? ആരായിട്ട് പോലും? റസൂലുള്ള ആയിട്ട് പോലും. അവിടെ എന്താ മറുപടി പറഞ്ഞത്? ചോദിച്ച ഉത്തരം പറഞ്ഞത് എന്താണ്? അവിടെ മറുപടി പറഞ്ഞത്, അവിടെ പറഞ്ഞ മറുപടി, നിങ്ങൾ ഈ ലോകത്തെയും അതിന്റെ പച്ചപ്പിനെയുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നബിയെ താങ്കൾ അവർക്ക് മോചനം കൊടുക്കുക. ഞാനല്ല വരാൻ പോകുന്ന പരലോകത്തെയും അതിനെയും ആ പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മയും വേദാറും അതുമാണ് അവധി റസൂലും ഒക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഒരിക്കലും തന്നെ എന്താക്കാൻ കഴിയില്ല, ഒരു പൂർണ്ണത കിട്ടിയെന്ന് ഒരു ആണിനും ഒരു പെണ്ണിനും പറയാൻ കഴിയില്ല. അപ്പൊ പൂർണ്ണത എവിടെയാണ്? മരണാനന്തരമാണ്. അവിടെയാണ് പൂർണ്ണത ലഭിക്കുക. അപ്പൊ ഇവിടെ എന്ത് വേണം? വിട്ടുവീഴ്ച ചെയ്യണം, മാപ്പാക്കണം, പുറത്തു കൊടുക്കണം. ഒരാൾക്കും ഞാൻ കൊടുക്കൂല, ഞാൻ മാപ്പാക്കൂല, എന്റെ അടുത്തൊരു തെറ്റില്ല, തകരാറില്ല എന്ന് പറയാൻ ഒരു വകുപ്പുമില്ല എന്നർത്ഥം. മനസ്സിലായോ? ക്ലിയറായ സംഭവം ഇതന്നെയാണ് ആ പറഞ്ഞത്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് ഓർക്കുക. അപ്പം ആ ചിന്ത വരുമ്പോൾ എന്തുണ്ടാകും? മാപ്പാക്കൽ വിട്ടുവീഴ്ച വരുമ്പോ ഈ സമാധാനത്തോട് പോയി, ഈ കണ്ണിന്റെ ചുടുകണ്ണീര് പോയി, കണ്ണിന് തണുപ്പ് കിട്ടും, സമാധാനം കിട്ടും. അപ്പൊ കേവലം ഒരു പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമില്ല. ഇത് ഉത്തരം കിട്ടണം. ഉത്തരം കിട്ടണമെങ്കിൽ ആദ്യം ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ഉത്തരം കിട്ടും. അതല്ലാതെ നമ്മൾ ഇതിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എത്രയോ കൊല്ലായി, ഇപ്പോഴും ഒരു സമാധാനം കിട്ടിയിട്ടില്ല, അങ്ങനെ ജീവിച്ചു പോവുകയാണ്, ഈ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഏതൊരു പ്രാർത്ഥനയും അതിന്റെ ആശയം മനസ്സിലാക്കി, ഈ പ്രാർത്ഥനയ്ക്ക് ഷർത്തുകൾ നിബന്ധനകളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ ഉൾക്കൊണ്ട് മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ അത് വിചാരത്തിൽ കിട്ടുള്ളൂ. അപ്പൊ ഇണകളാക്കി സൃഷ്ടിച്ചു എന്ന സംവിധാനത്തിലെ രണ്ടാമത്തെ കാര്യമാണ് ഈ പറഞ്ഞത്. ഇത് ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്ത് അള്ളാഹുവിനെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ബോധം ഉണ്ടെങ്കിൽ നന്നായി ജീവിക്കും. മരിക്കാനുള്ള ചിന്ത ഉണ്ടെങ്കിൽ, ആ ഓർമ്മ ഉണ്ടെങ്കിൽ നന്നായിട്ടൊക്കെ ജീവിക്കും. അതില് പിന്നെ ഒരു മാപ്പാക്കാതെയും വിട്ടുവീഴ്ച ചെയ്യാതിരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ശരിക്കും തുറന്നാണ് പറഞ്ഞത്. അതാണ് അല്ലാഹു റസൂലിനെ പരലോകത്തേക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് കൂടെ ജീവിച്ചു പോകാൻ, ഇല്ലെങ്കിൽ അവർക്ക് മാന്യമായ അവരുടെ അവകാശങ്ങൾ കൊടുത്ത് അവരെ പിരിച്ചയക്കാന്നാണ് പറഞ്ഞത്. അപ്പൊ പരലോകത്തെ ഓർക്കുന്ന ദാമ്പത്യ ജീവിതം. ഇനി അതിലേക്കാണ് ഒട്ടനവധി ഹദീസുകൾ ഈ വിഷയത്തിൽ ചേർത്ത് വെക്കാനുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് രാത്രിയിൽ നമസ്കരിക്കുന്ന ഭാര്യയും ഭർത്താവും. റഹിമല്ലാഹു റജുലൻ വറഹിമല്ലാഹു ഇംറഅതൻ. അല്ലാഹു ഭർത്താവിന് റഹ്മത്ത് കൊടുക്കട്ടെ, ഒരു ഭാര്യയ്ക്ക് റഹ്മത്ത് കൊടുക്കട്ടെ. ആരെ പറ്റിയ? രാത്രി എഴുന്നേൽക്കും, നിസ്കരിക്കാം, വിസർവാദം കാണിക്ക് എഴുന്നേൽക്കാം, നമുക്ക് വെള്ളം കുടയും, എന്നിട്ട് എഴുന്നേൽക്കും, അങ്ങനെ നിസ്കരിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ?
ആ ജീവിതങ്ങൾ നോക്കി. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലാണ് ആ ജീവിതം, ചിന്തയിലാണ് ആ ജീവിതം. മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് അവർ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ ഇന്നുണ്ടാവില്ല, നിങ്ങൾ വസ്ത്രം വാങ്ങി കൊടുക്കാത്ത പരാതി ഉണ്ടാവില്ല, ഭക്ഷണം കൊടുക്കാത്ത കിട്ടാത്ത പരാതി ഉണ്ടാവില്ല, ആഭരണം കിട്ടാത്ത പരാതി ഉണ്ടാവില്ല, ദുനിയാവിന്റെ കുറവിന്റെ ഒരു പരാതിയും ഉണ്ടാവില്ല. കാരണം അവൾ ആഗ്രഹിക്കുന്നത് സമാധാനത്തിനാണ്. അപ്പം ഇവിടെ സമാധാനം കിട്ടും. അവിടെ പറ്റി ചിന്തിക്കുമ്പോൾ ഇവിടെ സമാധാനം, വല്ലാത്തൊരു സമാധാനം ഇവിടെ കിട്ടണമെങ്കിൽ വരാനുള്ള ലോകത്തെ കുറിച്ച് ചിന്തിച്ചാലേ കിട്ടുള്ളൂ. ശരി, മൂന്നാമത് അല്ലാഹുവിന്റെ ആയാത്തുകളിൽ പെട്ടതാണ്, ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. എന്താ പറഞ്ഞ മനസ്സിലായ? ദൃഷ്ടാന്തം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ? ദൃഷ്ടാന്തം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏതൊരു ദൃഷ്ടാന്തത്തെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഏതൊരു ദൃഷ്ടാന്തത്തെ കുറിച്ച് പറയുമ്പോഴും അല്ലാഹു തആല അവിടെ പറയുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ ആയാത്തുകളെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രയോഗം ഖുർആനിലെ. ഖുർആനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും, അതുപോലെ മനസ്സിലാവും. ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചിന്തിക്കുന്നവർക്കുള്ള ദൃഷ്ടാന്തമാണ്, ആലോചിക്കുന്നവർക്കുള്ള ദൃഷ്ടാന്തമാണ്, ബുദ്ധിയുള്ളവർക്കുള്ള ദൃഷ്ടാന്തമാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇണകൾ ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയും ചിന്തയും ഉപയോഗപ്പെടുത്തേണ്ട ഒരു വസ്തുവാണ്. കേവലം ഇങ്ങനെ കാണുന്ന ഒരു സാധനം ആവരുത്. എങ്ങനെ? കേവലം ഇങ്ങനെ ചുരുക്കിൽ കാണുന്ന ഒരു സംഗതി അല്ല ഭാര്യ ഭർത്താക്കന്മാര്, മറിച്ച് വളരെ വലിയ ചിന്തകൾ നമ്മളിൽ ഉണ്ടാക്കേണ്ട ദൃഷ്ടാന്തമാണ്. മനസ്സിലായി? കുറെ ചിന്തകൾ, കുറെ കാര്യങ്ങൾ പഠിക്കേണ്ട, ഉൾക്കൊള്ളാൻ വേണ്ടി അല്ലാഹു ഉണ്ടാക്കി വെച്ച ആയാത്തുകളിൽ പെട്ടതാണ് ഇണകൾ, ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. 26 വയസ്സായി കല്യാണം കഴിച്ചു, 21 വയസ്സായി 18 വയസ്സായി ഓളെ കെട്ടിച്ചു. ഇങ്ങനെ ഒരു നാടൻ ഒരു നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു സംഗതി എല്ലാവർക്കും വളരെ കരുതലോടെ ചിന്തയോടെ എടുക്കേണ്ട തീരുമാനമാണ്. മനസ്സിലാവാൻ ഞാൻ തോന്നുന്നത്, കല്യാണം ആലോചിക്കുന്ന 1-ാം തീയതി മുതൽ നല്ലോണം ചിന്തിക്കണം. നല്ല ചുരുക്കുണ്ടെന്ന് വിചാരിച്ച് കല്യാണം ഉറപ്പിക്കണ്ട, നല്ല മുതലുണ്ടെന്ന് വിചാരിച്ച് കല്യാണം ഉറപ്പിക്കണ്ട, ഹൈറ്റും വെയിറ്റും ഒക്കെ ഒരേപോലെയാണെന്ന് വിചാരിച്ച് കല്യാണം ഉറപ്പിക്കണ്ട, ജോലി ഡിഗ്രിയൊക്കെ ഒരേ ഡിഗ്രിയാണ് എന്ന് വിചാരിച്ച് കല്യാണം ഉറപ്പിക്കണ്ട. മനസ്സിലാവണ്ടേ പറഞ്ഞത്? നല്ലോണം ആലോചിക്കണം, ഇസ്തിഹാറത്ത് നടത്തണം. തെരഞ്ഞെടുത്തിട്ട് പിന്നെ ഇടങ്ങേറായി എന്നൊരു വിഷയം വരരുത്. മനസ്സിലാവണ്ടോ? നല്ലോണം ആലോചിക്കണം, നല്ലോണം ചിന്തിക്കണം, നല്ലോണം പഠിക്കണം. എന്നിട്ടാണ് ഒരു ഇണയെ തിരഞ്ഞെടുക്കേണ്ടത്. പ്രായമായി നമ്മളെന്താ പറയാ, ഓനെ കൊണ്ട് പെണ്ണെട്ടിക്കണം, അവന് പ്രായമായി, പണിയായി, ജോലിയായി, ഇനി ഓളെ കെട്ടിക്കണം. ഇതാ നമ്മൾ ചിന്തിക്കുക, ഇത്രേ ഉള്ളൂ. പ്രായമായി വയസ്സായി കെട്ടിക്കണം, ഇത്രേ ഉള്ളൂ. അതല്ല, മനസ്സിലാവുക പറഞ്ഞത്? ഇനി ഞാൻ പറയുന്ന ആയത്ത് നിങ്ങൾ മറച്ചു. 30-21 കഴിഞ്ഞ നേരത്തെ ഞാനതൊന്ന് പറഞ്ഞു പോയി, ആ ആയത്ത് സൂചിപ്പിച്ചു പോയി. 30-21 30-21
ഏതാ സൂറത്ത്? സൂറത്ത് റൂം. സൂറത്ത് റൂമില് ഇപ്പൊ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല, നിങ്ങൾ ഒഴിവുള്ള സമയത്ത് അതിന് വേറെ തന്നെ വായിച്ചു നോക്കേണ്ടി കുറെ ദൃഷ്ടാന്തങ്ങൾ പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നമ്മളെ ഭാര്യ ഭർത്താവ്. ഇതിന്റെ മുകളിൽ കുറച്ച് ദൃഷ്ടാന്തങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ മേലെ ദൃഷ്ടാന്തങ്ങൾ വായിച്ചാൽ അതിന്റെ മേലെ ഉണ്ടല്ലോ, അതിന്റെ മേലെ ഉണ്ടാവും. അങ്ങനെ നോക്കേണ്ടത് ആ ആയാത്തുകളൊക്കെ വലിയ 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 ദൃഷ്ടാന്തങ്ങളാണ്. അല്ലാഹുവിന്റെ അസ്തിത്വം മനസ്സിലാക്കാൻ, ഏകത്വം മനസ്സിലാക്കാൻ ഒക്കെ വെച്ചിട്ടുള്ള ഈ ജീവിതത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ, അങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി അല്ലാഹു തആല ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ആയാത്തുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എത്ര ദൃഷ്ടാന്തങ്ങൾക്ക് മുന്നിലൂടെയാണ് മനുഷ്യന്മാർ നടന്നു പോണത്. അതിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് എന്ത്? നോക്കി ആയത്ത് വായിക്കി. വമിൻ ആയാതിഹി, അതാ വമിൻ ആയാതി, അവരുടെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളുടെ ആത്മാവിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ ഇണകളെ ഉണ്ടാക്കി എന്നത്. ബാക്കി ലിതസ്കുറു ഇലൈഹാ, അവളിൽ അവൻ സമാധാനം കണ്ടെത്തുന്നതിന് വേണ്ടി. ബാക്കി വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അവർക്കിടയിൽ അവൻ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. പിന്നെ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ, ചിന്തിക്കുന്ന ഉറ്റാലോചിക്കുന്ന ആളുകൾക്കൊക്കെയും തീർച്ചയായും ഈ പറഞ്ഞതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. മനസ്സിലായില്ലേ? പർവ്വതങ്ങൾ ദൃഷ്ടാന്തമാണ്, ആകാശം ദൃഷ്ടാന്തമാണ്, സൂര്യൻ ചന്ദ്രൻ ദൃഷ്ടാന്തമാണ്, ഗാലക്സികൾ ക്ലസ്റ്ററുകൾ ദൃഷ്ടാന്തമാണ്, നമ്മൾ കിട്ടിയ പെണ്ണും ദൃഷ്ടാന്തമാണ്. സുബ്ഹാനല്ലാഹ്, വലിയ പാഠമാണ് പഠിക്കാനുള്ളത്. അപ്പൊ വെറുതെ ഒരു പെണ്ണ് കെട്ടി അങ്ങനെ വിട്ടുന്ന് വിചാരിച്ച് പിന്നെ കുറെ സങ്കടപ്പെട്ട് കരഞ്ഞിട്ട് അസുഖാചിനെ പറഞ്ഞിട്ട് കിട്ടുന്നില്ലാന്ന് പരാതി പറയരുത്. നല്ലോണം ആലോചിക്കണം. അപ്പൊ ശരി, അപ്പൊ ഈ ചുരുക്ക് വേണ്ടേ? സൗന്ദര്യം പ്രശ്നമാണോ? അല്ല. ഹൈറ്റും വെയിറ്റൊക്കെ ഈ കുഫ് ഒപ്പിക്കൽ പ്രശ്നമാണോ? അല്ല. സമ്പത്ത് ഉണ്ടായി എന്നുള്ളതൊരു പ്രശ്നമാണോ? അല്ല. ജോലിയൊക്കെ ഉണ്ട്, ഡിഗ്രി കാര്യങ്ങളും യോഗ്യതകളൊക്കെ ഉണ്ട്, ആൾ ക്വാളിഫൈഡ് ആണ്, ഇതൊരു പ്രശ്നമാണോ? അല്ല. പിന്നെ എന്താ പ്രശ്നം? എവിടെ പ്രശ്നം? ഇതൊക്കെയും ഉണ്ടായാലും പ്രാധാന്യം കൊടുത്ത് തിരഞ്ഞെടുക്കേണ്ടത് തിരുവത്തിയതാ. കയ്യിൽ കുറച്ച് മണ്ണായാലും ശരി, കയ്യിൽ കുറച്ച് മണ്ണായാലും പ്രയാസപ്പെട്ടാലും ശരി, ഇതൊക്കെ ഉണ്ടെങ്കിൽ തീരുണ്ടാവും. നോക്കിക്കോ, ഇപ്പൊ അതിലൊക്കെയുണ്ട്, പക്ഷെ തീരില്ലെങ്കിൽ മാറ്റി വെക്കണം. ഇനി കെട്ടിയ ശേഷം തീ ഉണ്ടാക്കാൻ ആരും വിചാരിക്കണ്ട. ചില ആൾക്കാർ അങ്ങനെ അയ്യ നമുക്ക് ഉണ്ടാക്കാം, അങ്ങനെ ഇപ്പൊ തീരുന്നില്ല, നമ്മള് കെട്ടിക്കൊണ്ട നമ്മളെ കയ്യിൽ കിട്ടിയാല് എന്താവും? നന്നായിക്കോളും. അങ്ങനെ വിചാരിച്ച പലരും പെട്ടിന് ഒറ്റപ്പെടുന്നതൊക്കെ റെഡി ഉണ്ടാവില്ല. ഇങ്ങോട്ട് പെണ്ണ് വന്നതിന് ശേഷം നന്നാക്കാന്ന് വിചാരിച്ചാൽ നന്നാവണമെന്നില്ല. ആ വിചാരിച്ചാൽ അത് കേടുകയാണല്ലാതെ നന്നാവണമെന്നില്ല. ഒറ്റപ്പെട്ടതുണ്ട്. കല്യാണമല്ല ഞാൻ പറഞ്ഞത്. ചില ആണുങ്ങള്, ചില പെൺകുട്ടികൾ വന്നതിന് ശേഷം ചില ആണുങ്ങൾ നന്നായിരുന്നു. എന്താണ്? ആ പെണ്ണിന്റെ ഈമാനോണ്ടാണ്, നമുക്ക് ദീനുണ്ടായതുകൊണ്ടാണ്. അതേ സമയത്ത് ദീനില്ലാത്ത പെണ്ണിനെ കെട്ടിയിട്ട് പെണ്ണിന് ദീനുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച പലരും പരാജയപ്പെട്ടിട്ടുണ്ട്. വളരെ അപൂർവങ്ങളിൽ അപൂർവം ഉണ്ടായിട്ടുള്ളൂ. പെണ്ണ് നന്നായതുകൊണ്ട് ആളുകൾ നന്നായ കേസ് എമ്പാടുണ്ട്. പെണ്ണ് നന്നായതുകൊണ്ട്, ഞാൻ പെണ്ണുങ്ങളല്ല കുറ്റം പറഞ്ഞില്ല, പെണ്ണുങ്ങളല്ല ആണുങ്ങളെ കുറ്റം പറഞ്ഞു. ആണുങ്ങളെ ആ പെണ്ണിനെ കെട്ടിയിട്ട് കെട്ടിയ ശേഷം ഓളെ നന്നാക്കാൻ വിചാരിച്ചാൽ നന്നാവൂല. മറിച്ച് ഏറെയും എങ്ങനെയുണ്ടത്? നല്ല പെണ്ണിനെ കെട്ടിയപ്പോ ഈ ആള് നന്നായി. അങ്ങനെ ഉണ്ട്, അങ്ങനെയാണ് കൂടുതലുള്ളത്.
ഇല്ലാതെ നിങ്ങൾ റബ്ബന ഹബ് ലനാ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഈ മാനദണ്ഡം, ഈ തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം ആര് പറഞ്ഞതാണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. ആ വഹി അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചാൽ, വഹി അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചിട്ട് റബ്ബന ഹബ് ലനാ ചോദിച്ചാൽ കിട്ടൂല. മനസ്സിലാവുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ കിട്ടുന്ന കാര്യത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുന്നതാണ് വിചാരിച്ചോളി. നമ്മളിപ്പോ ഇതൊക്കെ പഠിക്കണത്, നമ്മൾ പഠിക്കണ കാലത്തൊന്നും കിട്ടുന്ന കാലത്തൊന്നും ഇങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് അതൊക്കെ പറയുന്നത്. അപ്പൊ ഇനി അത് നന്നായി തൗബയാണ്, അത്രയേ ഉള്ളൂ. തൗബയെ ഇസ്തിഗ്ഫാർ ചെയ്യാൻ കേടിച്ചു പറഞ്ഞ റബ്ബിനോട് കൊടുക്കില്ല തീരുക. ഇനി ഇവിടെ അങ്ങോട്ട് എത്രയാണോ ബാക്കി അത് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പൊ 5 കാര്യങ്ങളിൽ മൂന്നാമത്തെ കാര്യം അതാണ് ഒരു വലിയ ദൃഷ്ടാന്തമാണ്. ചിന്തിക്കണം, ആലോചിക്കണം, ബുദ്ധി ഉപയോഗിക്കണം, എന്നിട്ട് വേണം സെലക്ഷൻ നടത്താൻ. അതല്ലാതെ ഇരുന്നാൽ ഈ സമ്പത്താണെങ്കിൽ സമ്പത്ത് ഇട്ടേച്ചു പോകും. സൗന്ദര്യം ഒരു തീപ്പൊരി മുഖത്തേക്ക് പാറിയാൽ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകും. തറവാട് ഇന്ത്യ മഹാരാജ്യത്ത് ഒരാൾക്കും ഒരു തറവാടിന്റെ പേരിലും ഊറ്റം കൊല്ലാൻ പറ്റൂല. ഒരു 5ാമത്തെ 6ാമത്തെ വാപ്പാന്റെ പേര് ചോദിച്ചാൽ ഒലിച്ചു പോകാതെ ഞങ്ങളൊക്കെ തറവാടുള്ളൂ. അപ്പൊ തറവാടും സമ്പത്തും ഇതൊന്നും എന്തല്ല, ശാശ്വതമല്ല. ശാശ്വതം ഏതൊരു കാര്യം മരിക്കുന്നത് വരെ ഉണ്ടാവും, മരിക്കുന്ന ശേഷം ഇതൊക്കെ നിസ്സാരാക്കിയാൽ നമ്മൾ പരീക്ഷിക്കപ്പെടും, ചെറുതാക്കിയാൽ പരീക്ഷിക്കപ്പെടും. വളരെ ഗൗരവത്തെയാണ് അല്ലാഹു പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തെയാണ് പറയുന്നത്. ആ ഗൗരവം ആ വിഷയത്തിന് നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിൽ, ഞാൻ വീണ്ടും ആവർത്തിക്കണം എന്താണെന്ന് വെച്ചാല്, നമ്മുടെ സമൂഹത്തിലൊക്കെ ഈ പ്രശ്നം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ദീനല്ല ആളുകൾക്ക്, ദീനൊക്കെ നമുക്ക് ഉണ്ടാക്കാന്നുള്ളതാണ്. മനസ്സിലെ അങ്ങനല്ലല്ലോ, അങ്ങനല്ല പറഞ്ഞത്. മുതലൊക്കെ നമുക്ക് ഉണ്ടാക്കാന്നാണ് ഗുണം പറഞ്ഞത്. എങ്ങനെ മുതലുണ്ടെങ്കിൽ നിങ്ങൾ ദരിദ്രരാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു നിക്കാഹിനെ കുറിച്ച് പറഞ്ഞെടുത്താ പറഞ്ഞത്, വിവാഹത്തെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് ദാരിദ്ര്യാവസ്ഥ ഉണ്ടെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് ഐശ്വര്യം നൽകുന്ന പറഞ്ഞത്. അതല്ലാതെ നിങ്ങൾ ഇതൊക്കെ നോക്കിയിട്ട് പിന്നെ ദീൻ ഉണ്ടാക്കാൻ വിചാരിക്കണ്ട. അതുണ്ടെങ്കില് ജീവിതം തുടങ്ങുന്ന ആദ്യ ദിവസം അല്ലെ നിർണായകമാണ്. ജീവിതം തുടങ്ങുന്ന ആദ്യ ദിവസം നിർണായകമാണ്. എന്തുകൊണ്ടാണ് ദാമ്പത്യ ജീവിതം ആരംഭിക്കേണ്ടത്? ദുആ കൊണ്ടാണ് ആരംഭിക്കേണ്ടത് അല്ലെ. ആ ദുആ അവിടെ നഷ്ടപ്പെട്ടാൽ ബാക്കിയൊക്കെ ഉണ്ട്, ബാക്കിയെല്ലാം ഉണ്ട്. അവിടെ അവന്റെ മുഞ്ചും ബാക്കിയുടെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേ സമയത്ത് അവിടെ പ്രാർത്ഥന ഉണ്ടായിട്ടില്ല. اللهم إني أسألك خيرها وخير ما نبت عليه اللهم إني أعوذ بك من شرها وشر ما نبت عليه. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ശൈത്താനിൽ നിന്നുള്ള പ്രാർത്ഥന രക്ഷിച്ചുകൊടുക്കാൻ പ്രാർത്ഥിക്കണം. ശൈത്താന്റെ ഇടപെടലുകൾ ഉണ്ടാവുകയില്ല ആ ജീവിതത്തിൽ. ശൈത്താൻ ഒരിക്കലും മനസ്സമാധാനം തരുന്ന ആരും വിചാരിക്കണ്ട. ശൈത്താൻ സങ്കടമേ തരൂ, ശൈത്താൻ ദുഃഖങ്ങളെ കൊണ്ടുവരൂ, ശൈത്താൻ സമാധാനം നശിപ്പിക്കുകയേ ചെയ്യൂ. പ്രയോഗമല്ല പ്രയോഗിച്ചത് ശൈത്താൻ. അപ്പൊ ജീവിതം തുടങ്ങുമ്പോൾ ആ രൂപത്തിൽ പ്രാർത്ഥനയോടെ ദീനോടെ തുടങ്ങാൻ കഴിയണമെങ്കിൽ ഇത് വേണം, രണ്ടു പേർക്കും ദീൻ ഉണ്ടാകണം. അപ്പൊ കിട്ടിയ ദീൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചാൽ ഇതൊക്കെ നടക്കുമോ? അപ്പൊ വലിയ ദൃഷ്ടാന്തമാണ്. ഇനി 4ാമത്തെ കാര്യം, ഇണകളിൽ ശത്രുക്കളുണ്ട് എന്ന തിരിച്ചറിവ്.
ഇണകളിൽ ശത്രുക്കളുണ്ട് എന്ന തിരിച്ചറിവ്. സൂറത്ത് തഹാബുൻ എത്രാമത്തെ സൂറത്താണ് നമ്മളെ? സൂറത്ത് തഹാബുൻ. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 64 അതിലെ 14-ാമത്തെ ആയത്ത് വെച്ചു. എന്താ തഹാബുൻ എന്ന വാക്കിന്റെ അർത്ഥം? തഹാബുൻ എന്ന വാക്കിന്റെ അർത്ഥം തഹാബുൻ ഒരു ദിവസം. തഹാബുൻ എന്ന ഒരു ദിവസം യൗമുൽ തഹാബുനാണ്, നഷ്ടം വെളിപ്പെടുന്ന ദിവസം എന്നാണ്. തഹാബുൻ എന്ന് പറഞ്ഞാൽ നഷ്ടം വെളിപ്പെടുത്തൽ എന്നാണ് വാക്കിന്റെ അർത്ഥം. അതൊരു ദിവസമാണ് യൗമുൽ തഹാബുൻ, നഷ്ടം വെളിപ്പെടുന്ന ദിവസം. ഈ സൂറത്ത് ശരിക്കും പഠിക്കേണ്ട സൂറത്താണ്. എല്ലാം നഷ്ടമായിരുന്നു എന്ന് ബോധ്യപ്പെടുന്ന ഒരു ദിവസം. അത് അവിടെ വന്നിട്ട് പിന്നെ ബോധ്യപ്പെടുക എല്ലാം ലാഭമാണ് എന്ന് ഇവിടെ വെച്ച് കണക്ക് കൂട്ടി എല്ലാം നേട്ടമാണ് എന്ന് കരുതി ജീവിച്ച് അവസാനം ഇതൊരു നഷ്ടമായിരുന്നു എന്ന് വെളിപ്പെടുന്ന ദിവസം വരാനുണ്ട്. നല്ലോണം ഓർക്കുക. ഈ സൂറത്തിലെ 14-ാമത്തെ ആയത്ത് വായിച്ചോളൂ. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജിക്കും, തീർച്ചയായും നിങ്ങളുടെ ഇണകളിൽ നിങ്ങൾക്കുണ്ട്, വഔലാദിക്കും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്കുണ്ട്, അദൂവൻ ലക്കും നിങ്ങൾക്ക് അദൂവുകളുണ്ട്, ശത്രുക്കളുണ്ട്. അതുകൊണ്ട് ബാക്കി ഫഹ്ദറൂഹും നിങ്ങൾ അങ്ങേയറ്റം ജാഗ്രത പാലിക്കണം. ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യം എന്തായാലും, ഇണകളിൽ ശത്രുക്കളുണ്ട്, ജാഗ്രത പാലിക്കണം. ജാഗ്രത സൂക്ഷിക്കണം എന്നല്ല. ഈ ഫഹ്ദറൂഹും എന്ന ഈ വാക്കുണ്ടല്ലോ, ഈ വാക്ക് ഖുർആനിൽ പ്രയോഗിച്ച മറ്റ് സ്ഥലങ്ങളറിയാം. അത് നോക്കിയാൽ മതി. ഫഹ്ദറൂഹും എന്ന ഖുർആനിൽ പറഞ്ഞ മറ്റ് സ്ഥലം യുദ്ധമൈതാനത്ത് പാലിക്കേണ്ട ജാഗ്രത അതിന് വേണ്ടി ഉപയോഗിച്ച വാക്കാണ്. യുദ്ധമൈതാനത്ത് എത്രമാത്രം ജാഗ്രത പാലിക്കണം അതുപോലെ ജാഗ്രത പാലിക്കേണ്ടതാണ് വീട്, കുടുംബം, മക്കളും ഇണകളും, ഭാര്യമാരും ഭർത്താക്കന്മാരും. ഈ ഫഹ്ദറൂഹും എന്ന വാക്ക് ഖുർആനിൽ പ്രയോഗിച്ച മറ്റ് സ്ഥലം യുദ്ധമൈതാനിലെ ജാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ് ഖുർആനിൽ ഉപയോഗിച്ചത്. അപ്പൊ ഒരു യുദ്ധം ഇങ്ങനെ നടക്കുന്ന യുദ്ധമൈതാനിയിൽ ഒരാൾ അലംഭാവം നടിച്ചാൽ, അശ്രദ്ധ കാണിച്ചാൽ എന്താ ഉണ്ടാകുക? അവരെങ്ങനെ അന്തർപൊട്ടിക്കാൻ നിന്നാൽ എന്താ ഉണ്ടാകുക? ശത്രുവിന്റെ വാള് അവരുടെ തല ഒടുപോകും അല്ലെ? അതുകൊണ്ടാണ് യുദ്ധമൈതാനിയിൽ പാലിക്കേണ്ട ജാഗ്രത പോലെയുള്ള ജാഗ്രത പാലിക്കേണ്ട ഇടമാണ് അവനവന്റെ കുടുംബം, വീട്. ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ, അലംഭാവമാണെങ്കിൽ, അശ്രദ്ധയാണെങ്കിൽ ആ കുടുംബം തകരും. ആ കുടുംബം കൊണ്ട് കിട്ടേണ്ട ഒരു സമാധാനം കിട്ടില്ല. നിങ്ങൾ മാപ്പ് നൽകുകയാണെങ്കിൽ, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ പുറത്തു കൊടുക്കുകയാണെങ്കിൽ, അത് കുടുംബജീവിതത്തിലെ പിന്നെ ഒരു വ്യക്തമായ ഒരു നിലപാട് അവർ സ്വീകരിക്കുക. എപ്പോഴും എന്ത് വേണ്ടിയും മാപ്പ് കൊടുക്കൽ, വിട്ടുവീഴ്ച ചെയ്യണം, ഇങ്ങനെ വേണ്ടിയും. മനസ്സിലാക്കി പറഞ്ഞാൽ അത് ഞാൻ അന്ന് മാപ്പ് കൊടുത്ത്, ഇപ്പോൾ മാപ്പ് കൊടുത്ത്, ഇന്നും മാപ്പ്, അങ്ങനത്തെ മാപ്പ് കൊടുത്തുകൊണ്ടേ നിൽക്കട്ടെ. ഇന്ന് ഭാര്യക്കാണ് മാപ്പ് കൊടുത്തത്, നാളെ ഭർത്താവ് തന്നെ മാപ്പ് കൊടുക്കേണ്ടി വരും. ഇന്ന് ഭാര്യകളെ വിട്ടുവീഴ്ച ചെയ്തെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അങ്ങനെയല്ലേ? അതായത് ഒരു ഭക്ഷണത്തിൽ നമ്മളൊരു മുടി തിന്നട്ടെ വിചാരിച്ചിട്ട് എങ്ങനെയാലും ഭാര്യ കൊണ്ടുപോയി ഭക്ഷണത്തിൽ മുടി
കൈ കൊണ്ടിട്ട് നമ്മളെല്ലാവരും കുറച്ച് മുടി തിന്നട്ടെ എന്ന് ചെയ്യൂലല്ലോ, ഇല്ല. അപ്പൊ ഒരു വന്നു പോയി, അത് വന്നു പോയി, മാപ്പ് കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്യുക, കൊടുത്തു കൊടുക്കുക. ഇന്ന് നല്ല രുചികരമായ ഭക്ഷണമായിരുന്നു, ഇന്ന് കുറച്ച് മോശമായിട്ടുണ്ട് എങ്കിൽ ഇന്നലത്തത് മുന്നിൽ വെച്ചിട്ട് ഇന്നത്തെ മാപ്പ് കൊടുക്കുകയും വിട്ടുവീഴ്ച ചെയ്യും. കുറ്റം പറയല്ലേ, നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ആലോചിക്കുക. നമ്മൾ കൊടുക്കുന്നത് വാങ്ങി കൊടുത്തോ? ധൃതിയിൽ ഉണ്ടാക്കിയതാണ്. ആ ധൃതിയിൽ ആശ്വാസം നമ്മൾ കൊടുത്തോ? ഒന്നും കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ശരി, എങ്കിൽ നമ്മൾ കുറേ മാപ്പ് കൊടുക്കേണ്ട ഘട്ടങ്ങളുണ്ട്, വിട്ടുവീഴ്ച ചെയ്യേണ്ട ഘട്ടങ്ങളുണ്ട്, പുറത്തു കൊടുക്കേണ്ട ഘട്ടങ്ങളുണ്ട്. ആ സമയത്ത് അത് ചെയ്യണം. മനസ്സിലാവുന്നല്ലോ. ഇങ്ങനെ ദാമ്പത്യ ജീവിതത്തിൽ പാലിക്കേണ്ട ഇത്തരം കാര്യങ്ങളൊക്കെ പാലിച്ച് ജീവിക്കുമ്പോൾ അല്ലാഹു തആല കൊടുക്കുന്ന സംഗതിയാണ് കൺകുളിർമ. ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി ദുനിയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അത് പറയുമ്പോൾ മാത്രമേ നമുക്ക് ഈ ആശയം പൂർണ്ണമായി കിട്ടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ വന്നപ്പോൾ എട്ടിക്കുട്ടികൾ അല്ലാഹു വിട്ടുകൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോകാൻ അല്ലാഹു മക്കൾക്കും മഹമത്ത് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിജ്ഞാനം അറിവ് വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളെ ക്ലാസ്സുകളിൽ നിന്ന് ഖത്തീവുമാരൊക്കെ ഉണ്ടാകുന്നു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. അല്ലാഹു തആല ഇൽമു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ, കബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്ക് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആളുകൾ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അത് അവരെ നമ്മുടേതായ ഭാഷയിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അതല്ലാതെ കുറേ വാചാരമാർഗങ്ങളൊന്നുമല്ല, ഒരു ആശയം ആൾക്കാർക്ക് കിട്ടുക എന്നതാണ്. ആ രൂപത്തിൽ കാര്യങ്ങൾ പറയാൻ നമ്മളൊക്കെ മുന്നോട്ട് വരണം. ഈ ക്ലാസിന്റെ കൂടെ ഇൻഷാ അല്ലാഹ് നമുക്കൊരു പൊതുവാ പരിശീലന ക്ലാസ് കൂടി ഇൻഷാ അല്ലാഹ് ഓരോ ക്ലാസ്സിന് ശേഷവും ഒരു 3 മിനിറ്റ് സമയം ഓരോ ക്ലാസ്സിലും ഒരാള് എന്ത് ചെയ്യുക, ഇവിടെ ഹുതുബ നടത്തുക. തയ്യാറായാൽ മതി. ഓരോരുത്തരും എല്ലാ ദിവസവും ഒരാളാവണമെന്നില്ല, ഒരു പരിശീലനം. നമ്മളെ ക്ലാസ് അവസാനിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഒരാൾ അടുത്ത ആഴ്ച ആരാധനകൾ ഈ ആഴ്ച തിരഞ്ഞെടുക്കുക. ഇനിയിപ്പോൾ അതുകൊണ്ട് ആള് പറയണ്ടല്ലോ, ഇനിയിപ്പോൾ ഇവിടെ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഇവിടെ അവിടെ പോയ ഹുതുബ വേണ്ടി പറഞ്ഞാണ്ട് ആരും കണ്ട് വരാൻ വേണ്ട, അതിനല്ല പറയുന്നത്. മറിച്ച് ഒരു പരിശീലനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരാഴ്ച നമ്മുടെ പഠിപ്പിച്ച് ഏതെങ്കിലും ഒരു ആയത്തുമായി ബന്ധപ്പെട്ട് ഒരു 2 മിനിറ്റ് സമയം കൊടുത്ത് ആ മനസ്സിലായ കാര്യം ഒന്നത് പറഞ്ഞാൽ മതി, മലയാളത്തിൽ പറഞ്ഞാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു പരിശീലനം കൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകണം. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കണം. അല്ലാഹു തആല മരണം വരെ അല്ലാഹുവിന്റെ കലാം പഠിക്കാനുണ്ടാക്കി മഹാഭാഗ്യം നിലനിർത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ കുടുംബത്തിൽ മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. അറിവില്ലായ്മയോടെ ഒന്ന് വരട്ടിമുറ്റം അല്ലാഹു വിട്ടുകൊടുക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ ഒരുപാടുകൾ കച്ചവടത്തിൽ അല്ലാഹു നിയമത്തും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിധത്തിലുമുള്ള ഖൈറും ബർക്കത്തും നൽകി നമ്മയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين. ان شاء الله ini